ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും. വൈകിട്ട് 4 മണിയോടെ നട തുറന്നതിന് ശേഷമായിരിക്കും ചടങ്ങ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് സ്ഥാപിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏറെ വിവാദങ്ങൾക്ക് ശേഷം ദ്വാരപാലക ശില്പങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈകിട്ട് 4 മണിയോടെ നട തുറന്നതിന് ശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് തുലാമാസ പൂജകളായി ശബരീശ സന്നിധി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ തുറക്കും. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുകയാണ്. ശബരിമലയെ സംബന്ധിച്ചോളം ഒരു വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന സമയത്ത് കൂടിയാണ് ഈ ഒരു നട തുറക്കൽ എന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. കാരണം അത്ര വലിയ വിവാദങ്ങളുടെ ചുഴികളിലേക്ക് ശബരിമലയെയും സന്നിധാനത്തെയും ഒക്കെ തന്നെ എത്തിച്ചു. അതോടൊപ്പം തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെ സജീവമായി നിൽക്കുന്ന ഈ നടക്കുന്നത് കൃത്യം 4 മണിയോടെ മേൽശാന്തി നട തുറന്ന് പതിവ് ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയ ശേഷമായിരിക്കും ഈ ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടൊപ്പം തന്നെ ഈ നിലവിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചടങ്ങുകളൊക്കെയും നടക്കും. 3:55 തന്നെ നട തുറക്കുന്നതിനുള്ള ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തന്ത്രിയും മേൽശാന്തിയും ക്ഷേത്ര സന്നിധിയിലേക്ക് ശ്രീകോവിലേക്ക് എത്തും. ഇതിനുശേഷമായിരിക്കും തുടർ ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. എന്തായാലും നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചോളം ഒരിക്കലും വരാൻ പാടില്ലാത്ത രീതിയിലേക്കുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി വന്നിരിക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാന മുതലുകൾ കൃത്യമായി കാണിക്കയായി സമർപ്പിച്ച മുതലുകളൊക്കെ തന്നെ സ്വർണ്ണപ്പാളിയും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ക്ഷേത്രത്തിൽ വലിയ വിവാദത്തിലേക്കൊക്കെ തന്നെ എത്തിച്ചിരുന്നു. ഭക്തരെ സംബന്ധിച്ചോളം അത് വലിയ വേദനയായി തന്നെ ഇത് നിൽക്കുന്നു. കാരണം നമുക്കറിയാം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഇടപെടൽ, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഇടപെടൽ 2018 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ, യുവതീ പ്രവേശനം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ശബരിമലയുടെ വിശ്വാസം തകർക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ചില കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. ഭക്തരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങൾ, ആചാര ലംഘനങ്ങൾ നടത്താനുള്ള അതീവ ഗുരുതരമായുള്ള നീക്കങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മറ്റൊരു തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്നതിനുള്ള ഒരു സമയം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു അറസ്റ്റ് കൂടി ഇന്ന് വന്നിരിക്കുന്നു. അങ്ങനെ വലിയ വിവാദങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി ഇന്ന് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി സ്ഥാപിക്കാനുള്ള ഒരു ചടങ്ങിലേക്ക് കൂടി പോകുന്നത്. കഴിഞ്ഞ മാസപൂജയ്ക്കായിരുന്നു തന്ത്രിയുടെ കൊണ്ടുപോകുന്ന അതിനുശേഷം ഉടലെടുത്ത ഒരു വിവാദങ്ങൾ, ആ വിവാദങ്ങൾ കേരളത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെയാണ് ഈ കോടികൾ വിലമതിക്കുന്ന ഈ സ്വർണ്ണപ്പാളികൾ ശ്രദ്ധയോടെ സന്നിധാനത്തു നിന്നും സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഉണ്ടായ വിവാദങ്ങൾ, അതിനുശേഷം കാര്യങ്ങളൊക്കെ തന്നെയും വലിയ ചർച്ചയായിരുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമലയുടെ വിശ്വാസത്തിന് തന്നെ കോട്ടം വരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ, ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ തന്നെ ഈ തട്ടിപ്പുകൾക്കൊക്കെയും കൂട്ടുനിന്നു മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നത്. ഈ ഒരു വിഷയത്തിലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഏറ്റവും നിർണായകമായി തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വലിയ തട്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു ഇടപെടൽ, ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഒരു വലിയ തട്ടിപ്പ് പുറത്തു വന്നത്. ഈ ഒരു വലിയ കൊള്ള പുറത്തു വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഒതുക്കി തീർക്കാനുള്ള വലിയ ശക്തികളൊക്കെ തന്നെയും ഇതിന് പിന്നിൽ പലതവണ പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദേവസ്വം വിജിലൻസ് തുടങ്ങിയ സംഘടനകൾ
അന്വേഷണം നടത്തുകയും അതിൽ ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഏറ്റവും ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു പരാമർശങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. 6 ആഴ്ചത്തെ കാലാവധിയിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി പോവുകയും ചെയ്ത് ഇതിന്റെ ഭാഗമായി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം കൃത്യമായ രീതിയിലേക്കുള്ള സംശയമുള്ള ആളുകളെയൊക്കെ തന്നെയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് കൂടുതൽ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ നട തുറക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവെക്കേണ്ടത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ അതായത് കേവലം അരമണിക്കൂറിനുള്ളിൽ തന്നെ തുലാമാസ പൂജകൾക്കായി നട തുറക്കുന്ന ചടങ്ങിലേക്കൊക്കെ തന്നെ പോകും. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദങ്ങളൊന്നും തന്നെ അവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ഇന്നും ഈ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. മണ്ഡലകാലത്തിന് സമാനമായുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭക്തരെയൊക്കെ തന്നെയും ഈ സന്നിധിയിലേക്ക് അയ്യന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ് കടത്തിവിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. തന്ത്രി മഹേഷ് മോഹനിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിക്കുന്നതോടെയാണ് ഈ തുലാമാസ പൂജയുടെ ചടങ്ങുകൾ ആരംഭിക്കുക. നാളെ പുലർച്ചെ 5 മണിക്ക് വീണ്ടും ദർശനത്തിനായി നട തുറക്കും. ഇത് മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുക അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. എന്തായാലും അടുത്ത ഒരു വർഷം ആ ഭഗവാനെ സേവിക്കാനുള്ള ഭഗവാന് പൂജ ചെയ്യാനുള്ള അവസരം ആർക്ക് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ നിയോഗം ആർക്ക് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡ പ്രകാരം സുതാര്യമായുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു മേൽശാന്തിമാരെ മാളികപ്പുറത്തെയും അതുപോലെ തന്നെ ശബരിമലയിലെ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ക്രമങ്ങൾ അതായത് അഭിമുഖമടക്കമുള്ള ക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ആ ഒരു നടപടി നാളെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് ഈ നറുക്കെടുക്കൽ ചടങ്ങ് നടക്കുക. അതോടൊപ്പം തന്നെ ഈ മാസപൂജ വേളയിൽ തന്നെയാണ് ഭാരതത്തിന്റെ രാഷ്ട്രപതി കൂടി ഇവിടേക്ക് സന്ദർശനത്തിനായി എത്തുന്നത്. എന്തായാലും ശബരിമലയുടെ ഖ്യാതി അങ്ങ് ലോകത്തിന്റെ നെറുകയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷാ സന്നാഹങ്ങൾ ഒക്കെ തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നട തുറക്കുന്നതിനുള്ള ഒരു ചടങ്ങിലേക്കൊക്കെ തന്നെ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് പോകാനാകും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഇവിടെ നിന്ന് നൽകാനാകും. എന്തായാലും ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കാനാകുക. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാന്റെ തിരുനടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് അത് നൽകാൻ കഴിയും. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഈ സന്നിധി ഒന്നാകെ എത്തുകയാണ്. ഭഗവാന്റെ സന്നിധി ഒന്നാകെ എത്തുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമലയിൽ പൂജകൾക്കായി നട തുറക്കും ദേവിക.